ടി എൻ പ്രതാപനൊപ്പം നിൽക്കുന്ന മണ്ഡലം പ്രസിദ്ധമാണ്. ടി എം പ്രതാപനൊപ്പം നിൽക്കുന്ന DCC ഭാരവാഹികൾ, ടി എം പ്രതാപനൊപ്പം നിൽക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, KPCC മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായി പണം കൊടുത്ത് അത് എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് തലം വരെ വെച്ച് എന്തിനറിയാം സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചിരുന്നു. വലിയ 8 കോടി രൂപ ഇത് കൊണ്ടുവന്നത് ടി എം പ്രതാപന്റെ മകന്റെ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ആശിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കേണ്ട. കൊടുത്തു പ്രതാപന് പേടിയാണ്. അപ്പൊ 8 കോടി രൂപ പ്രതാപൻ മണലൂർ നാട്ടിക ഭാഗത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതാക്കൾക്ക് വിതരണം ചെയ്തുവെങ്കിൽ എത്ര കോടി പ്രതാപന് കിട്ടിയിട്ടുണ്ടാവും? ആ കാശാണ് ഇപ്പൊ പ്രതാപൻ ഇറക്കുന്നത്. സത്യം പ്രവൃത്തിയും അയാളുടെ ജീവിതമായി യാതൊരു ബന്ധമില്ല. തട്ടിപ്പിന്റെ ഉസ്താദാണ്, ബെസ്റ്റ് നാടകക്കാരനാണ്. മനസ്സിലായ? ആളുകളെ തട്ടലും മുട്ടലും കെട്ടിപ്പിടിക്കലും ഈ പണി കാലത്ത് കോൺഗ്രസും വൈകുന്നേരവും BJPയുമാണ്. ഞാൻ പറയുന്ന നിങ്ങൾ ദൃശ്യപത്ര മാധ്യമ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾ പോയിട്ട് കോൺഗ്രസിന്റെ ഓരോ മണ്ഡലത്തിലും മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് ഭാരവും DCC ഭാരവോടും ചോദിക്കുക ഇവൻ BJPയുമായുള്ള ബന്ധം. നിങ്ങൾക്കറിയോ നാട്ടിക നിയോജകമണ്ഡലത്തിൽ MLA പ്രധാനൻ അന്ന് BJP NDA സ്ഥാനാർത്ഥിയുടെ വോട്ടിന്റെ എത്രയാണെന്നറിയാം? ആദ്യം പ്രതാപൻ ജയിക്കുമ്പോൾ 2000 വോട്ട് നാട്ടികയിൽ ടി എം പ്രതാപനെതിരായി മത്സരിച്ച് BJPക്കാരന്റെ NDAക്കാർ തോറ്റു. അത് കഴിഞ്ഞ് 2ാം തെരഞ്ഞെടുപ്പിൽ ഇയാൾ മത്സരിച്ചു. അപ്പൊ എത്രയാണെന്നറിയോ? 3000 വോട്ട് നാട്ടിക പോലെ മണ്ഡലത്തിൽ. വേറെ കാര്യങ്ങൾ കൊടുങ്ങല്ലൂർ പോലുള്ള BJPയുടെ ഇത്ര വലിയ ശക്തി കേന്ദ്രത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എം പ്രതാപൻ മത്സരിക്കാൻ BJP വോട്ടെന്നറിയാം 8000 വോട്ട്. ഈ വോട്ടൊക്കെ BJPയോടെ പോയി. ഇതൊക്കറിയാം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. BJPയുമായിട്ട് വലിയ ബന്ധമാണ് ഇയാൾക്ക്, നിസ്സാര ബന്ധമല്ല. ഞാൻ പറഞ്ഞത് രാവിലെ ഇയാൾ കോൺഗ്രസും വൈകുന്നേരം ഇയാൾ BJP. ഇയാൾക്കെതിരായിട്ട് നിങ്ങൾ അറിയാണ്ടിരിക്കുന്ന കോൺഗ്രസിൽ വലിയ വിഭാഗം ആളുകൾ ഇയാൾക്കെതിരാണ്. മണലൂരിൽ ഈ പറയുന്ന കോലാഹലം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോർത്തിക്ക് 40 ലക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. ടി എം പ്രതാപന്റെ പോസ്റ്ററും ഫ്ലക്സ് മാത്രം ഉണ്ടാവും 1 കോടി രൂപ. 1 കോടി രൂപ എവിടെ ചെന്നാലും 10,000 ഫ്ലക്സ്, ആ 10,000 ലക്ഷക്കണക്കിന് പോസ്റ്റർ, 1483 മതിലുകൾ മാത്രം ടി എം പ്രതാപന്റെ. എവിടെ ടി എം പ്രതാപൻ പണം? നിങ്ങൾ പറ. ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വന്നവനാ പ്രതാപൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ അതേ നിയോജകമണ്ഡലത്തിൽ അവർക്കൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ ഞാൻ അറിയോ. ഇവർക്ക് കഴിഞ്ഞ 42 വർഷക്കാലത്തെ രാഷ്ട്രീയ ബന്ധമുണ്ട് കോൺഗ്രസുമായിട്ട്. ആ ടി എം പ്രതാപൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതേ നാട്ടിൽ കൈക്കുളം ബ്ലോക്കിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആവുന്നുണ്ടെങ്കിൽ അവനേക്കാളും രാഷ്ട്രീയമായി ഈ പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ടി എം പ്രതാപനെ പോലെ ചില ആളുകളെ കണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ എന്നെ പോലെ ആളുകൾക്ക് പറ്റില്ല. നിങ്ങളോട് ഞാൻ കാര്യം സൂചിപ്പിക്കട്ടെ. മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ കേരളത്തിൽ 1 സീറ്റിന് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തപ്പോൾ 4 മാസങ്ങൾക്ക് മുമ്പ് സ്വയം പ്രഖ്യാപിച്ച് ടി എം പ്രതാപൻ മണലൂരിൽ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി. പോസ്റ്ററുകൾ അടിച്ചു വെച്ചു 4 മാസം മുമ്പ്. അതേപോലെ തന്നെ ചമരുകൾ എഴുതി. എങ്ങനെയാണ് AICCയുടെ അനുവാദമില്ലാതെ KPCC അനുവാദമില്ലാതെ ടി എം പ്രതാപന് മാത്രം കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുക? എങ്ങനെയാണ് സാധിക്കുക? കേരളത്തിലെ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന UDF ഗവൺമെന്റ് അങ്ങനെ വന്നാൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും AICC തീരുമാനിച്ചിട്ടില്ല, ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടില്ല, KPCC തീരുമാനിച്ചിട്ടില്ല, പാർട്ടി തീരുമാനിച്ചില്ല. പക്ഷേ ടി എം പ്രതാപൻ മന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കുന്ന KC വേണുഗോപാൽ എവിടെ വന്നിട്ട്? മണലൂരിൽ വന്നിട്ട്. എന്താ കാരണം? വേറെ AP അനിൽകുമാറായി വലിയ ബന്ധമാണല്ലോ KC വേണുഗോപാൽ. നിസ്സാര ബന്ധമല്ല. കേരളത്തിൽ ഏറ്റവും വലിയ അടുപ്പുള്ളത് AP അനിൽകുമാറായിട്ടാണ്. ആ അനിൽകുമാറിന് പോലും മന്ത്രിയാണെന്ന് പറയാൻ KC തയ്യാറായില്ല. മണലൂരിൽ വന്നു. അറിയണം നിങ്ങൾക്ക്? KCയോട് ടി എം പ്രതാപൻ പറയാ, നീ ഇവിടെ നിന്ന് ഞാൻ മന്ത്രി എന്നപ്പോ എനിക്ക് പോവില്ല. AICCയുടെ സെക്രട്ടറി എന്താ നീ ഇവിടുന്ന് മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചേർന്നുണ്ടെങ്കിൽ പ്രതാപന്റെ കയ്യിൽ KCക്കെതിരെ എന്തെങ്കിലും ഉണ്ടാകണം. ഉറപ്പല്ല. ഞങ്ങളുടെ മറ്റെല്ലാവർക്കും അറിയാം എന്താ ഉള്ളത്. ഇത് കാണിച്ച് ഭീഷണിയാ KCയെ. മനസ്സിലായ? KC വേണുഗോപാലെ ഭീഷണിപ്പെടുത്തിയിട്ട് സത്യത്തിൽ അയാള്
കഴുത്തിൽ കയറിട്ട് തൂങ്ങിച്ചാവേണ്ട അവസ്ഥയിലാണ് കേസ് ഇവരുന്നുണ്ട്. കേസ് ചില കാര്യങ്ങൾ വളരെ മോശം, നിങ്ങളറിയാം.